vernichtete. Aber mein Freund, ich habe die anderen genauso vernichtet. Sie sind ഹിറ്റ്ലറുടെ വംശീയ ചിന്താഗതി പ്രകാരം ആര്യൻ വംശജരായിരുന്നു ലോകത്തെ ഭരിക്കേണ്ട ഉന്നതർ. എന്നാൽ ജർമ്മനിയുടെ സാമ്പത്തിക തളർച്ചയ്ക്കും ഒന്നാം ലോക മഹായുദ്ധത്തിലെ പരാജയത്തിന് കാരണവും യഹൂദരാണെന്ന് ഹിറ്റ്ലർ വിശ്വസിച്ചു. യഹൂദർ ജർമ്മൻ രക്തത്തെ അശുദ്ധരാക്കുന്നു എന്നും അവർ ലോകത്തെ കീഴടക്കാൻ ഗൂഢാലോചന നടത്തുന്നു എന്നുള്ള വ്യാജ പ്രചാരണത്തിലൂടെ ദശലക്ഷക്കണക്കിന് യഹൂദരെയാണ് ഗ്യാസ് ചേമ്പറിലേക്കും മരണത്തിലേക്കും തള്ളിവിട്ടത്. ഈ ക്രൂരതകളിൽ നിന്ന് രക്ഷപ്പെടാൻ തങ്ങൾക്കായി ഒരു രാജ്യം വേണമെന്ന് യഹൂദരുടെ ആ ശക്തമായ ഒരു ആഗ്രഹം സയനിസം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ലോകമെമ്പാടുമുള്ള തങ്ങളുടെ യഹൂദരെ തങ്ങളുടെ ആ പഴയ വാഗ്ദത്ത ഭൂമിയിലേക്ക് മടങ്ങാൻ പ്രേരിപ്പിച്ചു. എന്നാൽ അവിടെയാണ് മറ്റൊരു പോരാട്ടത്തിന്റെ വിത്ത് പാകപ്പെട്ടത്. ഈ മണ്ണിൽ വീണ ചോരയ്ക്ക് ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ജെറുസലേമിലെ മസ്ജിദുൽ അഖ്സ മുസ്ലിമീങ്ങൾക്ക് അവരുടെ മൂന്നാമത്തെ വിശുദ്ധ ഗേഹമാണ്. എന്നാൽ യഹൂദർക്കിത് അവരുടെ ടേബിൾ മൗണ്ടാണ്. ഒരേ സ്ഥലത്തിന് വേണ്ടി രണ്ട് വിഭാഗക്കാർ നടത്തുന്ന അവകാശവാദം. അവിടെയാണ് ലോകം കണ്ട ഏറ്റവും വലിയ സംഘർഷങ്ങളുടെ വേരുകൾ കിടക്കുന്നത്. ഇസ്ലാം മതവിശ്വാസ പ്രകാരം പ്രവാചകൻ മുഹമ്മദ് നബി സ്വർഗാരോഹണം ചെയ്ത സ്ഥലമാണിത്. യഹൂദർക്ക് അവരുടെ സോളമൻ, മുസ്ലിമീങ്ങളുടെ സുലൈമാൻ നബി പണിത ആദ്യത്തെ ദേവാലയം. ഒരേ ചരിത്രത്തിൽ നിന്നും രണ്ട് ധ്രുവങ്ങളിലേക്ക് മാറിയ കഥയാണിത്. മതപരമായ അടിസ്ഥാനത്തിൽ നോക്കിയാൽ ഇവർ രണ്ടും രണ്ട് ധ്രുവങ്ങളിലല്ല, മറിച്ച് ഒരേ വേരുകളിൽ നിന്ന് വന്നവരാണ്. രണ്ട് വിഭാഗവും ഇബ്രാഹിം നബിയെ, അതായത് എബ്രഹാമിനെ തങ്ങളുടെ പിതാമഹനായി കാണുന്നു. അതുകൊണ്ട് തന്നെ ഇവരെ എബ്രഹാമിക് മതങ്ങൾ എന്നാണ് വിളിക്കുന്നത്. വിഗ്രഹാരാധനയില്ലാതെ ഒരേ ഒരു ദൈവത്തെ വിശ്വസിക്കുന്നു എന്നതാണ് ഇവർ രണ്ടുപേരുടെയും ഏറ്റവും വലിയ സാമ്യം. മുസ്ലിമീങ്ങൾ ഹലാൽ ഭക്ഷണം കഴിക്കുന്നത് പോലെ തന്നെ യഹൂദർ കോഷർ എന്ന നിയമപ്രകാരമുള്ള ഭക്ഷണമാണ് കഴിക്കുന്നത്. സയനിസം വരുന്നതിന് മുമ്പ് നൂറ്റാണ്ടുകളോളം മുസ്ലിം രാജ്യങ്ങളിൽ യഹൂദർ സമാധാനത്തോടെ ജീവിച്ചിരുന്നു. അന്ന് യൂറോപ്പിൽ അവർ വേട്ടയാടപ്പെട്ടപ്പോൾ അറബ് രാജ്യങ്ങളാണ് ഇവർക്ക് അഭയം നൽകിയിട്ടുള്ളത്. വിശ്വാസത്തിലും ആചാരങ്ങളിലും ഇവർ തമ്മിൽ ചില അടിസ്ഥാന വ്യത്യാസങ്ങളുണ്ട്. മുസ്ലിമീങ്ങൾ ഈസാ നബിയെയും മുഹമ്മദ് നബിയെയും പ്രവാചകന്മാരായി വിശ്വസിക്കുന്നു. എന്നാൽ യഹൂദർ ഇവരെ പ്രവാചകന്മാരായി അംഗീകരിക്കുന്നില്ല. അവരിപ്പോഴും തങ്ങളെ രക്ഷിക്കാനുള്ള ഒരു മസീഹ് വരുമെന്ന് കാത്തിരിക്കുകയാണ്. മുസ്ലിമീങ്ങൾക്ക് ഖുർആൻ വഴികാട്ടിയാണെങ്കിൽ യഹൂദർക്ക് തൗറാത്ത് എന്ന ഗ്രന്ഥമാണ് പിന്തുടരുന്നത്. മുസ്ലിമീങ്ങൾ ദിവസവും 5 നേരം നിസ്കരിക്കുന്നു. യഹൂദർക്ക് 3 നേരത്തെ പ്രാർത്ഥനയാണുള്ളത്. ഇന്നത്തെ കാലത്ത് ഇവർ ശത്രുക്കളായി മാറാൻ കാരണം മതമല്ല, മറിച്ച് രാഷ്ട്രീയമാണ്. ജീവൻ രക്ഷിക്കാനായി ഫലസ്തീനിലേക്ക് പലായനം ചെയ്ത ഒരുപാട് യഹൂദരെ ഫലസ്തീനിലെ പ്രാദേശിക ജനത പലയിടത്തും ഇവർക്ക് അഭയം നൽകി. ഇസ്രായേൽ എന്ന രാജ്യം രൂപീകരിക്കപ്പെട്ടതോടെയാണ് തർക്ക വിഷയങ്ങൾ ഉണ്ടായത്. ഒരേ സ്ഥലം രണ്ട് വിഭാഗങ്ങൾക്കും വിശുദ്ധമായതിനാൽ അവിടെ അവകാശവാദം ഉന്നയിക്കുന്നത് സംഘർഷങ്ങൾക്ക് കാരണമാകുന്നു. ഇവിടെയാണ് യഹൂദനും സയനിസ്റ്റും രണ്ടായി മാറുന്നത്. യഹൂദൻ എന്നത് ഒരു മതവിശ്വാസിയാണ്. സയനിസം എന്നത് ഒരു രാഷ്ട്രീയമാണ്. പീഡനങ്ങൾ സഹിക്കവയ്യാതെ യഹൂദർക്കൊരു രാഷ്ട്രം വേണമെന്ന് വാദിച്ച സയനിസ്റ്റ് പ്രസ്ഥാനം ഫലസ്തീൻ മണ്ണ് തിരഞ്ഞെടുത്തു. തങ്ങളുടെ പൂർവികർ ജീവിച്ച മണ്ണിലേക്ക് മടങ്ങുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം, അവരുടെ മുദ്രാവാക്യം. എന്നാൽ വർഷങ്ങളായി അവിടെ താമസിച്ചിരുന്ന അറബ് ജനതയെ പുറത്താക്കിക്കൊണ്ടുള്ള ഈ കടന്നുകയറ്റം മുസ്ലിമീങ്ങളും യഹൂദരും തമ്മിലുള്ള നൂറ്റാണ്ടുകൾ നീണ്ട സമാധാനത്തിന് വിള്ളൽ വീഴ്ത്തി. യഹൂദരും മുസ്ലിമീങ്ങളും ശത്രുക്കളായിരുന്നു? ഒരിക്കലുമല്ല.
ഖലീഫമാരുടെ ഭരണകാലത്തും ഓട്ടോമൻ സാമ്രാജ്യത്തിലും യഹൂദർ ഏറ്റവും സുരക്ഷിതമായിരുന്നത് മുസ്ലിം രാജ്യങ്ങളിലായിരുന്നു. യൂറോപ്പിൽ അവർ വേട്ടയാടപ്പെട്ടപ്പോൾ ഇസ്ലാം അവർക്ക് അഭയം നൽകി. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കാലത്ത് മദീനയിൽ യഹൂദരുമായി കരാറുകൾ ഉണ്ടായിരുന്നു. എന്നാൽ 1948 ഇസ്രായേൽ രൂപീകരിക്കപ്പെട്ടതോടെയാണ് ഈ ബന്ധം വിദ്വേഷത്തിലേക്ക് മാറിയത്. ഭൂമിക്ക് വേണ്ടിയുള്ള തർക്കം ഒരു മതവുമായി ചിത്രീകരിക്കപ്പെട്ടു. ഇന്ന് നമ്മൾ കാണുന്ന ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധം കേവലം രണ്ട് മതങ്ങൾ തമ്മിലുള്ള ഒരു യുദ്ധമല്ല. അത് സയണിസം എന്ന രാഷ്ട്രീയവും ഒരു ജനതയുടെ അതിജീവനവും തമ്മിലുള്ള പോരാട്ടമാണ്. ഇതിനിടയിൽ ഇരകളാകുന്നത് പാവപ്പെട്ട കുഞ്ഞുങ്ങളും സാധാരണക്കാരുമാണ്. യഹൂദനും സയണിസവും ഒന്നല്ല എന്ന് തിരിച്ചറിയുന്നിടത്താണ് ചരിത്രത്തിന്റെ സത്യം തെളിയുന്നത്. വീണ്ടും നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അതുവരെ ബൈ.